മോഹൻലാൽ അഭിനയിച്ച മലയാള ഇൻഡസ്ട്രി ഹിറ്റായ തുടരും എന്ന ചിത്രം യഥാർത്ഥത്തിൽ ഇത്രയും ഹൈപ്പ് നേടേണ്ട ഒരു ചിത്രമായിരുന്നു. മാക്സിമം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാത്രം മാറേണ്ടിയിരുന്ന തുടരും എങ്ങനെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായി മാറിയത്? അതിൻ്റെ യഥാർത്ഥ കാരണം മലയാളികൾ എന്നും ഇന്നലകളിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ എന്നുള്ളതാണ്. അതിനുവേണ്ടി സംവിധായകനും റൈറ്ററും മനഃപൂർവ്വം വിൻറ്റേജ് കപ്പിളിനെ, അതായത് മോഹൻലാൽ ശോഭന ജോഡിയെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഈ സിനിമയുടെ യഥാർത്ഥ സംവിധായക ബ്രില്യൻസ്, അല്ലാതെ അഴയിൽ തൂക്കിയിടുന്ന രണ്ട് ബ്രാകൾ ഒന്നുമല്ല. സിനിമയുടെ ക്രിഞ്ച് സീനുകളായി മാറേണ്ടിയിരുന്ന പഴയകാല സിനിമകളുടെ റെഫറൻസൊക്കെ എങ്ങനെ കാണികൾ കയ്യടി നേടുന്ന സീനായി മാറി എന്നത് മലയാളികളെ ലാൽ എന്ന നടനോട് ഇഷ്ടം എത്രമാത്രം ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. തുടരും എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 235 കോടിയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 118.6 കോടി നേടി. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് 28 കോടി മാത്രമാണ്. OTTക്ക് നേരത്തെ ചിത്രം വിറ്റുപോയതിനാലാണ് സാമാന്യം നല്ല രീതിയിലുള്ള കളക്ഷൻ നേടിക്കൊണ്ടിരുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് മാറ്റേണ്ടി വന്നത്. അല്ലെങ്കിൽ ഉറപ്പായും ഒരു 250 കോടി ക്ലബിൽ പടം എത്തിയേനെ. KR